Oh Lord my God, when I in awesome wonder consider all the worlds thy hand. ഒരു മാസത്തോളമായി നമ്മൾ ഏകദേശം ഇതുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളാണ് ഷിവ് പാസ്റ്റർ സംസാരിച്ചുകൊണ്ടിരുന്നത്. നാം ദൈവത്തിൽ നിന്നുള്ളവരെന്നും ആമേൻ, നമ്മുടെ പദവികൾ എന്താണെന്നും നമ്മുടെ അവകാശങ്ങൾ എന്താണെന്നും നമ്മൾ എപ്രകാരമുള്ളവരാണെന്നും ഒക്കെയുള്ള ആമേൻ ചില വിഷയങ്ങൾ യോഹന്നാന്റെ ലേഖനത്തെ തൊട്ട് ആമേൻ പ്രിയ ഷിവ് പാസ്റ്റർ നമ്മളോട് സംസാരിക്കുകയുണ്ടായി. അതിനോട് ചേർത്ത് വെക്കാൻ പറ്റിയ ഒരു ആലോചനയാണ്, ഒരു വേദവാക്യമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ആമേൻ. അത് നിശ്ചയമായി നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എത്ര പേരത് വിശ്വസിക്കുന്നു? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും നിങ്ങൾ ധൈര്യപ്പെടുകയും ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ജയം ആഗ്രഹിക്കാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ ഈ ലോകത്ത്? ഒരു ചെറിയ കുഞ്ഞു മുതൽ, ഒരു കളിപ്പാട്ടത്തിന് വേണ്ടി വഴക്കടിക്കുന്ന ഒരു ചെറിയ കുഞ്ഞു മുതൽ ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയാണെങ്കിൽ പോലും, ആമേൻ, മരണക്കിടക്കയിൽ കിടക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോലും ആ വ്യക്തി തോൽക്കുവാനായിട്ട് ആ വ്യക്തി ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എല്ലാവരുടെയും ആത്യന്തികമായ ഉള്ളിലത്തെ അഭിലാഷം അല്ലെങ്കിൽ ചിന്ത എന്ന് പറയുന്നത് ഞാൻ പറയുന്നത് ജയിക്കണം, അല്ലെങ്കിൽ ഞാൻ വാദിക്കുന്നതിൽ ഒരു ജയമുണ്ടാകണം. ഒരു വ്യക്തി പോലും തോൽവി അംഗീകരിക്കുവാൻ തയ്യാറാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ പിടിച്ചപ്പം മുയൽ 2 കൊമ്പുണ്ടെന്ന് വാദിക്കുന്നവർ, മറ്റേ ആൾ പറയാം 4. അപ്പൊ 4 വാദിക്കുന്നവൻ പറയാം അതാ ശരി, വിട്ടുകൊടുക്കാൻ ആർക്കും മനസ്സില്ല. പ്രൈസ് ദി ലോർഡ്. ഈ ലോകത്തിന്റെ ആമേൻ നമ്മൾ രീതികൾ എടുത്ത് നോക്കിയാലും, അത് രാജ്യങ്ങളാകട്ടെ രാജാക്കന്മാരാകട്ടെ ഏത് വ്യക്തികൾ എടുത്ത് നോക്കിയാലും അവർക്കെല്ലാം ജയമാണ് അവരുടെ ഉള്ളിലെ ആഗ്രഹം. ലോകത്തെ ആമേൻ മൊത്തം കീഴടക്കിയ, ലോകത്തെ സാമ്രാജ്യങ്ങളെ കീഴടക്കിയ അലക്സാണ്ടർ ചക്രവർത്തി പോലും ആമേൻ തോൽക്കാനായിട്ട് ആഗ്രഹിച്ച വ്യക്തിയാണ്. താൻ അവസാനമായി തോറ്റത് മരണത്തിന് മുമ്പിൽ മാത്രമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ ലോകത്തിൽ ആമേൻ ചില മേഖലകളിൽ ജയിക്കുന്നു, ചില മേഖലകളിൽ തോക്കുന്നു. ആമേൻ സയൻസിൽ ജയിക്കുന്നവർ എക്കണോമിക്സിൽ തോക്കുന്നു, എക്കണോമിക്സിൽ ജയിക്കുന്നവർ ആമേൻ എഞ്ചിനീയറിംഗിൽ തോൽക്കുന്നു. എല്ലാ മേഖലയും ഒരുപോലെ ജയിച്ചവരാരുമില്ല. അതിന്റെ മധ്യത്തിലാണ് യേശു കർത്താവ് പറയുന്നത് ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നിങ്ങൾ ധൈര്യത്തോടെ ഇരിക്കുവിൻ, കാര്യം ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുക. അതുകൊണ്ട് യേശു കർത്താവ് പറയാ ആമേൻ, യേശു കർത്താവ് ജയിച്ചതുകൊണ്ട് നമുക്കൊരു ധൈര്യമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എത്ര പേര് വിശ്വസിക്കുന്നു? യേശു കർത്താവ് പറയാ ഞാൻ ജയിച്ചിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ ധൈര്യപ്പെട്ടിരിക്കുന്നു. അതെന്താ അങ്ങനെ? യേശു കർത്താവ് ജയിച്ചതുകൊണ്ടാണ് നമുക്ക് ധൈര്യം വരുന്നേ. നിങ്ങളൊരു ഗെയിം എടുത്തു കഴിഞ്ഞാൽ, പ്രൈസ് ദി ലോർഡ്, ഒരു ഗെയിം എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് 11 പേരും ഗോൾ അടിച്ചിട്ടാണോ എല്ലാവർക്കും കപ്പ് കൊടുക്കുന്നത്? അല്ല, ഒരുത്തൻ ഗോൾ അടിച്ചാൽ മതി. കഴിഞ്ഞ വേൾഡ് കപ്പ് ഫൈനൽസ് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ തുടക്കം മുതൽ അവസാനം വരെ ഒരു ടീമിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞങ്ങളുടെ വീട്ടിൽ കളി കാണാൻ വന്ന ഒരു ഫാമിലി ഉണ്ട്, വിനീത സിസ്റ്റർ. ആ വ്യക്തി ക്വാർട്ടർ ഫൈനൽ വരെ ബ്രസീലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നു. ക്വാർട്ടർ ഫൈനൽ ബ്രസീൽ തോറ്റപ്പോ അവസാനം എന്റെ ടീം തോക്കുന്നത് കാണാനായിട്ട് വന്നിരിക്കുക. അവസാനം ലാസ്റ്റ് മൊമെന്റിൽ ഗോൾ അടിച്ചപ്പോൾ ഞാൻ നിരാശനായപ്പോ പുള്ളിക്കാരി തുള്ളിച്ചാടി. ഇപ്പൊ ഞാൻ ചോദിച്ചത് എന്നാ ഇടപാടാ, താങ്കൾ ബ്രസീലിനെ സപ്പോർട്ട് ചെയ്ത ആളല്ലേ? പുള്ളിക്കാരി പറഞ്ഞു അല്ല, ഞാൻ ജയിച്ചവന്റെ കൂടെയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ വിളിച്ചു പറയട്ടെ, യേശു കർത്താവ് പറയുക ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ ധൈര്യപ്പെടുവിൻ. അതിന്റെ അർത്ഥം യേശു കർത്താവ് ജയിച്ച ജയത്തിൽ വിശ്വസിക്കുന്നവർക്ക് ആ ജയത്തിൽ പങ്കാളികളായി തീരുവാനിടയായി തീരും. ആമേൻ. എത്ര പേര് വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. ആമേൻ. നാം ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, നാം ഒരു കർമ്മവും നടത്തേണ്ട കാര്യമില്ല. ഇന്ന് പകൽക്കാലം യേശു കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി ആമേൻ, അവന്റെ ജയാളിയായ കർത്താവ് നീ ഹൃദയം കൊണ്ട് ഏറ്റെടുത്താൽ മതി. നീ അവൻ ജയിച്ച ജയത്തിൽ നിനക്കും ഒരു പങ്കുണ്ട്. ലോകത്തിൽ എത്ര കഷ്ടങ്ങൾ ഉണ്ടായിക്കൊള്ളട്ടെ, ലോകത്തിൽ എത്ര പ്രതികൂലങ്ങൾ ഉണ്ടായിക്കൊള്ളട്ടെ, ഇന്ന് പകൽക്കാലം യേശുവിന്റെ പക്ഷം ചേർന്നാണ് നീ നിൽക്കുന്നതെങ്കിൽ യേശു ജയിച്ച ലോകത്തിന്റെ ജയത്തിന്റെ പങ്കാളിയാ നീ. ലോകത്തിൽ നിങ്ങൾ കഷ്ടങ്ങളുണ്ട്. അവിടെ കഷ്ടം ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദത്തിന്റെ യഥാർത്ഥ വാക്ക് തിൽപ്സിസ് എന്ന വാക്ക്, അല്ലെങ്കിൽ തിൽബോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്തിരി ചക്കിനകത്ത് വെച്ച്
അവൻ ഞെക്കി പിഴിഞ്ഞ് ഊറ്റി അതിന്റെ ചാറെടുക്കുന്ന പ്രോസസ്, ആ പ്രഷർ അപ്ലൈ ചെയ്യുന്നതിനെയാ അവിടെ ഉപയോഗിക്കുന്ന കഷ്ടമെന്ന്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, ജീവിതത്തിന്റെ പോർമുഖത്ത് ആമേൻ ഹല്ലേലൂയ ഒരു മുന്തിരി ചക്കിനകത്ത് ആമേൻ തകർക്കപ്പെടുന്നത് പോലെ പ്രഷർ അനുഭവിക്കുന്ന, അകത്തും പുറത്തുമായി പീഡനം അനുഭവിക്കുന്നവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം യേശു കർത്താവ് വിളിച്ചു പറയുക, അതിന്റെ മധ്യത്തിലും നിങ്ങൾ ധൈര്യപ്പെട്ടിരിപ്പീൻ, ഞാൻ ആ ലോകത്തെ ജയിച്ചവനാ, നീ എന്നിൽ വിശ്വസിച്ചാൽ മതി. Praise the Lord. അവൻ ചതഞ്ഞ അവസ്ഥയാണെങ്കിൽ എന്റെ ദൈവം ഒടിക്കത്തില്ല. ചതഞ്ഞ ഓടയാണെങ്കിലും എന്റെ ദൈവം ഒടിക്കത്തില്ല. അതിനെ നോക്കി മറ്റുള്ളവർ ചതഞ്ഞു കിടക്കുന്നതാണെന്ന് പഴി പറയുമ്പോൾ, അഭിപ്രായങ്ങൾ പറയുമ്പോൾ, എന്റെ യേശു കർത്താവ് ചതഞ്ഞതിനെ എടുത്ത് കൺസ്ട്രക്ട് ചെയ്യുന്ന ഒരു നല്ല ദൈവം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഏലിയാവ് ആമേൻ ഹല്ലേലൂയ ഒരു പോർമുഖത്ത് നിൽക്കുമ്പോൾ ഇസബേലിന്റെ ആമേൻ വെരട്ടിന്റെ മുമ്പേ അവൻ ചൂരച്ചെടിയുടെ തണലിൽ നിന്ന് ഇപ്രകാരം പറഞ്ഞു, കർത്താവേ മതി യഹോവേ മതി, എന്നെ എടുത്തുകൊള്ളുക എന്ന് പറഞ്ഞ ഏലിയാവിന്റെ ആമേൻ പ്രാർത്ഥന അവിടെ കേൾക്കാതെ ഏലിയാവിനോട് ദൈവത്തിന് പറയാനുള്ള ദൂത്, നിനക്ക് ചിലതിനെ കൂടി അഭിഷേകം ചെയ്യാനുണ്ട്, അത് കഴിഞ്ഞിട്ട് നിന്റെ ഈ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കത്തുള്ളൂ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ യേശു കർത്താവിൽ വിശ്വസിച്ച അവനോട് ചേർന്നിരുന്ന അത് കാരണം അത് മുഖാന്തരമായി പീഡനങ്ങളും കഷ്ടങ്ങളും അനുഭവിക്കുന്ന ദൈവത്തിന്റെ പൈതലെ ഹല്ലേലൂയ, ദൈവത്തിന് നിന്നെ കുറിച്ച് അതിനകത്തൊരു പദ്ധതിയുണ്ട്, അത് തിരിച്ചറിയണം. ഹല്ലേലൂയ. അവൻ തിമോത്തിയോസിന് ലേഖനം എഴുതുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയുക, ക്രിസ്തുയേശുവിൽ ഭയഭക്തിയോടെ ജീവിക്കുന്നവൻ എല്ലാവർക്കും കഷ്ടമുണ്ട്, പ്രതികൂലമുണ്ട്. അപ്പൊ കഷ്ടവും പ്രതികൂലവും നിരാശയും തകർച്ചയും എല്ലാം ഉണ്ടെങ്കിൽ അത് നമ്മുടെ ഐഡന്റിറ്റി കാർഡാണ്. എത്ര പേര് വിശ്വസിക്കുന്നു? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതൊന്നും ഇല്ലാതെ റിലാക്സ് ചെയ്ത് സുഖിച്ചങ്ങ് ജീവിക്കുകയാണെങ്കിൽ എന്തോ കുഴപ്പമുണ്ട്. ആമേൻ ഹല്ലേലൂയ. നിന്റെ ക്രിസ്തീയ ജീവിതത്തിൽ എന്തോ കുഴപ്പമുണ്ട്. നിന്റെ ഐഡന്റിറ്റി കാർഡ് എന്ന് പറയുന്നത് ഈ ലോകത്ത് നിനക്ക് കഷ്ടമുണ്ട്, ക്രിസ്തുയേശുവിൽ ഭയഭക്തിയോടെ നിനക്ക് ജീവിപ്പാൻ ഒരു മനസ്സുണ്ടോ, അതിന്റെ കൂടെ നിനക്കൊരു കഷ്ടതയുണ്ട്. പക്ഷേ ഹല്ലേലൂയ അവൻ സങ്കീർത്തനക്കാരൻ ഇപ്രകാരം വിളിച്ചു പറയുക, നീതിമാന്റെ അനർത്ഥം അസംഖ്യമെങ്കിലും അവൻ എല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുകയാണ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങളത് വായിച്ചേ. തിമോത്തിയോസിന് ലേഖനം എഴുതുക 2 തിമോത്തിയോസ് 3:12 ആമേൻ അപ്പോസ്തലൻ ഇപ്രകാരം പറയുന്നു, ക്രിസ്തുയേശുവിൽ ഭയഭക്തിയോടെ ജീവിക്കുന്നവർക്കെല്ലാം ഉപദ്രവമുണ്ട്. പക്ഷെ അതിന്റെ 11ാമത്തെ വാക്കൊന്ന് വായിച്ചു. എനിക്ക് സംഭവിച്ച ഉപദ്രവവും കഷ്ടാനുഭവവും കണ്ടറിഞ്ഞിരിക്കുന്നു, ഞാൻ എന്തെല്ലാം ഉപദ്രവം സഹിച്ചു, അതിലെല്ലാറ്റിൽ നിന്നും കർത്താവ് എന്നെ വിടുവിച്ചു. ഇനി അടുത്ത വാക്യം വായിക്കുക. എന്നാൽ ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്കെല്ലാം ഉപദ്രവം ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 11ാമത്തെ വാക്യത്തിലാണ് ആമേൻ വെളിപ്പാടിൽ അപ്പോസ്തലൻ പറയുന്ന, അന്ത്യോക്യയിലും ഇക്കോന്യയിലും ലുസ്ത്രയിലും എനിക്ക് സംഭവിച്ച ഉപദ്രവവും കഷ്ടാനുഭവവും കണ്ടറിഞ്ഞിരിക്കുന്നു, പക്ഷെ ഞാൻ എന്തെല്ലാം ഉപദ്രവങ്ങൾ സഹിച്ചു, അതിൽ കുറച്ചെണ്ണത്തിൽ നിന്നാണോ അവൻ അത് എല്ലാറ്റിൽ നിന്നും എന്റെ ദൈവം എന്നെ വിടുവിച്ചു. ഇന്ന് പകൽക്കാലം അവൻ യേശുവിൽ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, നിന്റെ കഷ്ടത കൊണ്ട് അവൻ ഹല്ലേലൂയ നീ നശിച്ചു പോകത്തില്ല, അതിൽ എല്ലാറ്റിൽ നിന്ന് വിടുവിക്കുന്ന ഒരു ദൈവമാ വിളിച്ചു പറയുന്നത്, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു, നിങ്ങൾ ധൈര്യപ്പെട്ടിരിപ്പീൻ. ഓ ഹല്ലേലൂയ. പത്രോസ് ലേഖനം എഴുതുമ്പോൾ ഒന്ന് വായിച്ചാൽ 1 പത്രോസ് 4:12. ചിലവർക്ക് കഷ്ടങ്ങളും പ്രയാസങ്ങളും പ്രതികൂലങ്ങളൊക്കെ വരുമ്പോൾ ചോദ്യമാണ്, കർത്താവ് എന്തുവാ ഇത്, എന്ന പരിപാടിയായത്, എത്ര നാളായി കർത്താവ് ഞാനിത് അനുഭവിക്കുന്നു, എത്ര കൊല്ലമായി ഞാനിത് കൊണ്ടു നടക്കുന്നു, ഇതിനൊരു അറുതിയില്ലേ എന്ന് പലരും ചോദിക്കാറുണ്ട്. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയെങ്കിൽ ഒരു അപൂർവ കാര്യം നിങ്ങൾക്ക് വന്നുകൂടി എന്ന് വിചാരിച്ച് അതിശയിച്ചു പോകരുത്. പ്രൈസ് ദി ലോർഡ്. ഇതാ പാക്കേജിനകത്തുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതാ പാക്കേജിനകത്തുള്ളതാ. അത് നിന്നെ നശിപ്പിക്കുവാനല്ല, ഓരോ ശോധനയും ഓരോ കഷ്ടതയും നിന്നെ അടുത്ത ലെവലിലേക്ക് പ്രൊമോട്ട് ചെയ്യുന്ന ദൈവത്തിന്റെ പരിപാടി. അതിന്ന് പകൽക്കാലം വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നവർക്ക് അത് പ്രയോജനമായി തീരുന്നത്, അല്ലാത്തവൻ നിരാശയിലായി തീരും. ഇന്ന് പകൽക്കാലം ഇതിന്റെ അകത്ത് ആരെങ്കിലും ഏതെങ്കിലും വിഷയത്താൽ അകത്തും പുറത്തുമായി ഞെരുക്കം അനുഭവിക്കുന്നവരായിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം പ്രിയമുള്ളവരെ, നിങ്ങളുടെ പരീക്ഷയിൽ
ദൈവം വിളിച്ചു പറയുകയാണ്, അത് നിന്നെ പണിയുവാൻ. Praise the Lord. Hallelujah. ഇന്ന് പകൽക്കാലം ആമേൻ വെളിപ്പാടിലോട്ട് ജനമിറങ്ങി വന്നാട്ടെ. Hallelujah. യേശു കർത്താവ് വിളിച്ചു പറയുകയാണ്, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു, നിങ്ങൾ ധൈര്യപ്പെടുകയും. ആമേൻ. Hallelujah. ഈ എന്തിനാ ഈ ലോകം പ്രതികൂലമായി നിൽക്കുന്നത്? യേശു കർത്താവിനും അല്ലെങ്കിൽ യേശു കർത്താവിനും വിശ്വസിക്കുന്നവർക്ക് പ്രതികൂലമായി ലോകം എന്തിനാ നിൽക്കുന്നത്? അമ്മൻ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ശിവപാസ് വായിച്ച പഠിച്ച വേദഭാഗങ്ങളൊക്കെ വായിച്ചു. 1 യോഹന്നാൻ 3:18 നമ്മൾ ഇപ്രകാരം വായിച്ചു. ലോകം 5:19 ഇപ്രകാരം പറഞ്ഞു, ലോകം ദുഷ്ടന്റെ അധീനതയില്ല. അതുപോലെ 1 യോഹന്നാൻ 3:8 വായിച്ചു, ദുഷ്ടന്റെ പ്രവൃത്തികളെ അഴിപ്പാനത്രേ ദൈവപുത്രൻ. അവൻ ലോകത്തിന്റെ സിസ്റ്റത്തെ പൊട്ടിച്ചവനായി യേശു. ലോകത്തിന്റെ വ്യവസ്ഥകളെ, അന്ധകാര ശക്തികളെ പൊട്ടിച്ച യേശുവാ നിൽക്കുന്നത്. ആ യേശുവിന് ലോകം പ്രതികൂലമാണെങ്കിൽ അവനോട് ചേർന്ന് നിൽക്കുന്നവർക്ക് ലോകം പ്രതികൂലമാണ്. മനസ്സിലായോ? നിങ്ങളൊന്ന് വായിച്ചേ യോഹന്നാൻ എഴുതിയ സുവിശേഷം 17:14. John chapter 17 verse 14. ഞാൻ അവർക്ക് അതിന്റെ വചനം കൊടുത്തിരിക്കുന്നു. ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികന്മാരല്ലായകൊണ്ട് ലോകം അവരെ പകച്ചു. ഞാൻ അവർക്ക് നിന്റെ വചനം കൊടുത്തിരിക്കുന്നു, ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികന്മാരല്ലായക കൊണ്ട് ലോകം അവരെ പകച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നെയും നിന്നെയും ലോകം പകച്ചു കഴിഞ്ഞാൽ ലോകത്തെ പറഞ്ഞിട്ട് കാര്യമില്ല. കാര്യം നമ്മൾ ഇവിടെ ഉള്ളവരല്ല. മനസ്സിലായോ? നമ്മൾ ലൗകികന്മാരല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോസ്തലൻ എഫെസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നു, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലുള്ളത്. ഒരു വാക്യം കൂടി ആമേൻ യോഹന്നാൻ സുവിശേഷം വായിച്ചാട്ടെ. 15:19-20. നിങ്ങൾ ലോകക്കാരായിരുന്നെങ്കിൽ ലോകം തനിക്ക് സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു. എന്നാൽ നിങ്ങൾ ലോകക്കാരായിരിക്കാതെ ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തത് കൊണ്ട് ലോകം നിങ്ങളെ പകയ്ക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പൊന്നു പൈതങ്ങളെ, പ്രിയരെ, നിങ്ങൾ ലോകക്കാരായിരുന്നുവെങ്കിൽ ലോകം നിങ്ങളെ ഇഷ്ടപ്പെട്ടേനെ. ലോകം നിങ്ങളെ പകയ്ക്കുന്നുവെങ്കിൽ, ലോകത്തിന്റെ പ്രതികൂലങ്ങൾ നിനക്ക് പ്രതികൂലമായി നിൽക്കും, അവസ്ഥകൾ, സിസ്റ്റം നിനക്ക് പ്രതികൂലമായി നിൽക്കുന്നുവെങ്കിൽ ലോകത്തെ പറയണ്ട, ദൈവം നിന്നെ തെരഞ്ഞെടുത്ത് മാറ്റിയിരിക്കും. നീ ഈ ലോകത്തിലുള്ളവനല്ല, ഈ സിസ്റ്റത്തിനകത്ത് ജീവിക്കേണ്ടവനല്ല. ഇതൊരു ടെമ്പററി പീരീഡ്. ഇതൊരു ടെമ്പററി പീരീഡാണ്. നമുക്ക് വേണ്ടി ഒരു നിത്യതയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവിടെ ഇന്ന് പകൽക്കാലം ഈ വചനം വിശ്വസിക്കുന്നവരെ കരങ്ങളിൽ കർത്താവിന് സ്തോത്രം പറഞ്ഞു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടം, ധൈര്യപ്പെടുവിൻ. പറഞ്ഞേ, ധൈര്യപ്പെടുവിൻ, ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. വായിച്ചാട്ടെ, എങ്ങനെ ലോകത്തെ ജയിക്കാം? 1 യോഹന്നാൻ 5:4. ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കും. ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. ലോകത്തെ ജയിച്ചു ജയം നമ്മുടെ വിശ്വാസം. അത് ഏത് ടെൻസാ? ലോകത്തെ ജയിച്ചു എന്നല്ല, ജയിക്കുന്നു. ഇറ്റ്സ് പ്രസന്റ് കണ്ടിന്യൂസ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് ഓരോ നിമിഷം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഓരോ നിമിഷം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. നീ ദൈവത്തിൽ നിന്ന് ജനിച്ചവനാണെങ്കിൽ നിന്റെ ജയം കണ്ടിന്യൂസ്. പ്രൈസ് ദി ലോർഡ്. കുറച്ച് നാളുകൾ കഴിഞ്ഞ് നിങ്ങൾക്ക് ജയമുണ്ടെന്നല്ല, നീ ലോകത്തിൽ നിന്ന് ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് നീ ജനിച്ചവനാണെങ്കിൽ ഹല്ലേലൂയ, നിനക്ക് ജയം കണ്ടിന്യൂസ് ആയിട്ട് കൂടെയുണ്ട്. ഒരിക്കൽ നിക്കോദീമസ് യേശുവിനോട് പറഞ്ഞു, കർത്താവേ, എങ്ങനെ ഞാൻ വീണ്ടും ജനിക്കുന്നത്? യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും. അവൻ വെള്ളത്തിനാലും ആത്മാവിനാലും നീ വീണ്ടും ജനിച്ചില്ല എങ്കിൽ സ്വർഗരാജ്യം കാണത്തില്ല. അത് സ്വർഗരാജ്യം കാണണമെങ്കിൽ നീ വീണ്ടും ജനിക്കണം. അതിനൊരു കാരണമുണ്ട്. നിങ്ങൾ 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 15-ാം അധ്യായം അതിന്റെ 50 മുതൽ താഴെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ എന്തിനാ അത് പറയുന്നതിനവിടെ പറയാൻ കഴിയും. വായിച്ചേ. സഹോദരന്മാരെ, മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കുവാൻ കഴിയുകയില്ല, ദ്രവത്വം അദ്രവത്വത്തെ അവകാശമാക്കുകയുമില്ല എന്ന് ഞാൻ പറയുന്നു. ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല, എന്നാൽ അന്ത്യകാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഈ ബോഡി ദ്രവിക്കുന്ന ബോഡി, അത് മോർട്ടൽ അല്ലേ, ഇമ്മോർട്ടൽ അല്ല, അത് മോർട്ടൽ ബോഡി. ഹല്ലേലൂയ. ഈ ബോഡിക്ക് എത്ര ആയുസുണ്ട്? 70, 80, 100 മാക്സിമം, അല്ലെങ്കിൽ 110 ആയിക്കൊള്ളട്ടെ, 120 വരെ ആയിക്കൊള്ളട്ടെ, നോ പ്രോബ്ലം. അതിനപ്പുറം ഈ ബോഡി നിൽക്കത്തില്ല.
നിത്യത എത്ര നാളത്തേക്കാ? 80 വർഷത്തേക്കാണോ? 70 അല്ല 80 അല്ല, അത് ഇൻഫിനിറ്റ്. അപ്പൊ ഈ ബോഡിയായിട്ട് നീ അവിടെ പോയി കഴിഞ്ഞാൽ 100 കൊല്ലം കഴിഞ്ഞ് നീ പഠിയോ? അപ്പൊ ഈ ബോഡിക്ക് ഒരു രൂപാന്തരം വരണം. പ്രൈസ് ദി ലോർഡ്. ഈ ബോഡി ഒരു സെലസ്റ്റിയൽ ബോഡിയായിട്ട് കൺവേർട്ടഡ് ആവും. അത് യേശുക്രിസ്തുവിന് രൂപാന്തരം സംഭവിച്ചു. ഉയർത്ത യേശുക്രിസ്തു, ആമേൻ, ഹല്ലേലൂയ, ഗലീലയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് സ്വർഗത്തിൽ കയറി അവൻ പിതാവിന്റെ മുമ്പാകെ അവൻ തന്റെ രക്തം യാഗപീഠത്തിൽ ഒഴിച്ച് ശിഷ്യന്മാരുടെ അടുത്ത് വന്നു. എങ്ങനെ കയറി വന്നേ? ഡോർ മുട്ടി കോളിംഗ് ബെൽ അടിച്ച് അകത്താണോ കയറിയത്? അല്ല, വാതിൽ പാസ് ചെയ്തു. ഈ ബോഡിയാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എത്ര പേര് ഇത് വിശ്വസിക്കുന്നു? ആമേൻ. നിന്റെ ശരീരം ആ സെലസ്റ്റിയൽ അനുഭവത്തിലേക്ക് എന്റെ ദൈവം മാറ്റുന്ന ഒരു ദിവസമുണ്ട്. കർത്താവ് രണ്ടാമത് വരുമ്പോൾ അങ്ങനെ ഒരു മാറ്റം അന്ന് സംഭവിക്കണമെങ്കിൽ ഇപ്പോൾ നിന്റെ അകത്ത് ഒരാത്മാവിനൊരു മാറ്റം വേണം. അതാ യേശു കർത്താവ് പറഞ്ഞത്, നീ വീണ്ടും ജനിച്ച നിന്റെ ആത്മാവ് വീണ്ടും ജനിച്ചില്ല എങ്കിൽ നീ സ്വർഗരാജ്യത്തിൽ എത്തത്തില്ല. അവൻ ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ അത്രേ ലോകത്തെ ജയിച്ചവൻ. ആമേൻ, ഹല്ലേലൂയ. യേശു കർത്താവ് ആമേൻ, ഹല്ലേലൂയ, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം യേശു കർത്താവിന്റെ വചനം വിശ്വസിച്ച അവൻ ഹൃദയം കൊണ്ട് യേശു അവൻ ഹല്ലേലൂയ രക്ഷിതാവെന്ന് നീ ഹൃദയം കൊണ്ട് അവൻ വിശ്വസിക്കുകയും അവൻ നാവ് കൊണ്ട് നീ ഏറ്റു പറയുകയും ചെയ്യുമെങ്കിൽ അവൻ നിനക്ക് ഒരു വീണ്ടും ജനനം സംഭവിക്കും. നിനക്ക് ആ വീണ്ടും ജനനം സംഭവിച്ചു കഴിഞ്ഞാൽ അവൻ ആ കാഹളം ധ്വനിക്കുമ്പോൾ നിനക്കൊരു ട്രാൻസ്ഫോർമേഷൻ നടക്കും. Praise the Lord. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ, കെടുന്ന ബീജത്താലല്ല അവൻ മനുഷ്യർ ജനിക്കുന്നത്. യോഹന്നാൻ സുവിശേഷം 1:12 അവൻ 13-14 ഇപ്രകാരം പറയുന്നു. ഹല്ലേലൂയ. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവ മക്കളാകുവാൻ പിതാവ് അധികാരം കൊടുത്തു. അവർ ജനിച്ചതെങ്ങ പുരുഷന്റെ ഇഷ്ടത്താലല്ല, അവൻ രക്തത്താലല്ല, മനുഷ്യന്റെ ഇഷ്ടത്താലുമല്ല, പിന്നെയോ ദൈവത്തിന്റെ ഇഷ്ടത്താലാണ് ജനിച്ചിരിക്കുന്നത്. ആമേൻ. ഹൃദയത്തിൽ അവൻ നെഞ്ചത്ത് കൈവച്ച് പറ, ഞാൻ ദൈവത്തിന്റെ ഇഷ്ടത്താൽ ജനിച്ചവനാ, ഞാൻ ദൈവത്തിന്റെ ഇഷ്ടത്താൽ ജനിച്ചവളാ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നെ ജയിപ്പാൻ ഈ ലോകത്തിന്റെ സിസ്റ്റത്തിന് കഴിയത്തില്ല. കാര്യം ഞാൻ ജയിച്ചിരിക്കുന്നത്, അവൻ ഞാൻ വീണ്ടും ജനിച്ചിരിക്കുന്നത് അത്യുന്നതനായ ദൈവത്തിന്റെ ഇഷ്ടമാ. ആമേൻ, ഹല്ലേലൂയ. പറഞ്ഞിട്ട് ഞാൻ എന്റെ ദൈവത്തിന് ഇഷ്ടമായി നിൽക്കുന്നത്. നീ പോകുന്നിടത്തൊക്കെ പറ ഹല്ലേലൂയ. ആരാണെന്ന് അറിയാമോ? നിന്റെ പേര് പരിചയപ്പെടുത്തണ്ട. I am the dear child of God. നീ അങ്ങനെ പരിചയപ്പെടുത്തിയാൽ മതി. ഹല്ലേലൂയ. ഞാൻ ദൈവത്തിന് ഇഷ്ടമായത്. Praise the Lord, hallelujah. ഇന്ന് പകൽക്കാലം അപ്രകാരം നീ ജനിച്ചു കഴിഞ്ഞാൽ ഹല്ലേലൂയ, ദൈവത്തിന്റെ വചനം വിളിച്ചു പറയുന്നു, ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ഹല്ലേലൂയ, അത് ചെറുതാണെങ്കിലും ശരി, അവൻ വലിയ പുരുഷനാണെങ്കിലും ശരി, നീ ദൈവത്തിൽ നിന്ന് ജനിച്ചതാണോ അവൻ ഈ ലോകത്തിന് നിന്റെ മേൽ ജയമെടുപ്പാൻ കഴിയത്തില്ല. നീ ലോകത്തെ ജയിക്കുക തന്നെ ചെയ്യും. ആമേൻ. അതിനാ നീ വീണ്ടും ജനിക്കണം എന്ന് പറയുന്നത്. ഒരു ട്രാൻസ്ഫോർമേഷൻ നടക്കാനുള്ള സമയം അടുത്തു. ഹല്ലേലൂയ. ലോകം അതിന്റെ അന്ത്യത്തിലേക്ക് നീങ്ങുമ്പോൾ, ലോകത്തിന്റെ ചക്രം അതിന്റെ അന്ത്യ കാലഘട്ടങ്ങളിലേക്ക് നീങ്ങുമ്പോൾ അവൻ കർത്താവ് ഹല്ലേലൂയ തന്റെ ദൂതന്മാരുമായി മധ്യാകാശത്തിൽ അവൻ വെളിപ്പെടുന്ന സമയം ആസന്നമായിരിക്കുമ്പോൾ അതിലേക്ക് നീയും ചേർക്കപ്പെടണമെങ്കിൽ ദൈവത്തിന്റെ വചനം വിളിച്ചു പറയുക, നീ വെള്ളത്തിനാലും ആത്മാവിനാലും വീണ്ടും ജനിച്ചില്ല എങ്കിൽ നീ സ്വർഗരാജ്യത്തിൽ കയറുകയില്ല. പക്ഷെ നീ ദൈവത്തിൽ നിന്ന് ജനിച്ചവരാണോ, നീ ലോകത്തെയും ജയിക്കും. Praise the Lord. Hallelujah. യേശു കർത്താവ് പറയുക, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. Be of good courage. Be of cheer. Good cheer. ആമേൻ. ധൈര്യപ്പെട്ടിരിക്കുക. Praise the Lord. Hallelujah. ഇത് പകൽക്കാലം ഏത് വിഷയത്തിലായിക്കൊള്ളട്ടെ, ഈ വചനം കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ഏത് വിഷയമായിക്കൊള്ളട്ടെ, അവൻ നിന്നെ ഞെരുക്കുന്നത് രോഗമായിക്കൊള്ളട്ടെ, നിന്നെ ഞെരുക്കുന്നത് സാമ്പത്തികമായിക്കൊള്ളട്ടെ, നിന്നെ ഞെരുക്കുന്നത് കുടുംബ ജീവിതത്തിന്റെ തകർച്ചയായിക്കൊള്ളട്ടെ, നിന്നെ ഞെരുക്കുന്ന വിഷയം നിന്റെ ഓഫീസിലെ പ്രഷർ ആയിക്കൊള്ളട്ടെ, ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ നീ വീണ്ടും ജനിച്ചതാണെങ്കിൽ ഹല്ലേലൂയ ആ ശക്തിക്ക് നിന്നെ തകർക്കുവാൻ കഴിയത്തില്ല. Amen. Praise the Lord. Hallelujah. നിന്റെ
നിന്റെ അകത്തൊരു ജീവനുണ്ട്. ആമേൻ, പ്രൈസ് ദി ലോർഡ്. അവൻ കോഴിക്കുഞ്ഞ്, അവൻ കോഴി അടയിരിക്കുന്നത് 21 ദിവസം. 21 ദിവസം ആ കോഴിയുടെ അവൻ ചിറകിന്റെ അവൻ കീഴിലിരിക്കുന്ന മുട്ടയ്ക്ക് 21ാമത്തെ ദിവസം ഒരു മാറ്റം സംഭവിക്കും. അതുവരെ തോട് പൊട്ടിച്ച് വരാൻ കഴിയാത്ത ഒരു ജീവൻ അതിനകത്ത് മുളവായി. അവൻ അകത്തു നിന്ന് പ്രഷർ, അതുവരെ പുറത്തു നിന്ന് പ്രഷർ. അവൻ 21 ദിവസം കഴിയുമ്പോൾ അകത്തെ ജീവൻ അവൻ പുറത്തേക്ക് പ്രഷറായി തള്ളി ആ തോട് പൊട്ടിച്ചത് പുറത്തിറങ്ങുന്നത് പോലെ ഇന്ന് പകൽക്കാലമാണ് കഷ്ടത്തിനും ഞെരുക്കത്തിനും ആയിരിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, നീ പുറത്തേക്ക് പുതിയ ജീവനുമായി ഇറങ്ങി വരുന്ന ദിവസം അവൻ ആസന്നമായിരിക്കുക. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. ഓ ഹല്ലേലൂയ. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടോ എങ്കിലും നിങ്ങൾ ധൈര്യപ്പെടുവിൻ. നീ ദൈവത്തിൽ നിന്ന് ജനിച്ചതാണെങ്കിൽ നീ ലോകത്തെ ഡെഫിനറ്റ് ആയിട്ട് ജയിച്ചിരിക്കും. ആമേൻ, ആമേൻ. ഓരോ പ്രഷറിന്റെ മുമ്പിൽ, ഓരോ സമ്മർദ്ദങ്ങളുടെ മുമ്പിൽ നീ പറ, ഞാൻ ദൈവത്തിന്റെ ഇഷ്ടമാണ്. അവൻ ഞാൻ ദൈവത്തിന്റെ ഇഷ്ടത്താൽ ജനിച്ചവനാ. അവൻ ഹല്ലേലൂയ മനുഷ്യന്റെ ഇഷ്ടത്താൽ ജനിച്ചതല്ല. അവൻ നിങ്ങൾ ചില കുഞ്ഞുങ്ങളെ കുറിച്ച് പറയാൻ കേട്ടില്ലേ? ആ കുഞ്ഞിന്റെ സ്വഭാവം കൊണ്ടോ, വല്യപ്പച്ചന്റെ എല്ലാ മൂശട്ടയുണ്ടോ, ആ പെണ്ണിന്റെ സ്വഭാവം കൊണ്ടോ, ആ തള്ളയുടെ എല്ലാ കുശുമ്പും ഉണ്ടോ. പ്രൈസ് ദി ലോർഡ്. കാര്യം അവർ ജനിച്ചത് പുരുഷന്റെ ഇഷ്ടത്താൽ ജനിച്ചത് കൊണ്ട് ആ DNA അവനിലേക്ക് ട്രാൻസ്ഫർ ആയതാ. അവൻ നീ വീണ്ടും ജനിച്ചു കഴിഞ്ഞാൽ നിന്റെ അപ്പന്റെ DNA മാറി അവൻ സ്വർഗ്ഗസ്ഥനായ പിതാവിന്റെ DNA നിന്റെ അകത്തുള്ളത്. അവൻ നീ പറയും ഹല്ലേലൂയ, നീ പറയുന്നിടത്ത് ചില കാര്യങ്ങൾ സംഭവിക്കും. ആമേൻ. നിന്റെ DNAക്ക് കൂടെ ഒരു മാറ്റം വന്നു. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഏറ്റെടുത്തോ, ഞാൻ ദൈവത്തിൽ നിന്ന് ജനിച്ചതാണെങ്കിൽ I will definitely overcome this world. ഹല്ലേലൂയ. എന്റെ DNAക്ക് ഒരു മാറ്റം വന്നു. നിങ്ങൾ വായിച്ച എഫെസ്യ ലേഖനം അതിന്റെ 5:1 വായിച്ചു. ആകയാൽ പ്രിയമക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പീൻ. എന്തുവാ? ദൈവത്തെ ഉറക്കെ പറ, അനുകരിപ്പീൻ. ഹല്ലേലൂയ. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദം മിമിറ്റോസ്. അതിൽ നിന്ന് മിമിക്രി ഉണ്ടായത്. മിമിക്രി കാണിക്കുന്നവരെ കണ്ടിട്ടില്ലേ? അവൻ ഹല്ലേലൂയ. അവരെ കണ്ടില്ലെങ്കിൽ അവർ ഉണ്ടാക്കുന്ന ശബ്ദം കേട്ടാൽ ആ വ്യക്തിയാണ് നമുക്ക് തോന്നിപ്പോ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ മിമിക്രി അറിയാവുന്ന ഒരു വ്യക്തി എന്റെ ശബ്ദത്തിൽ ഫോണിൽ നിങ്ങളെ വിളിച്ചു കഴിഞ്ഞാൽ അവൻ എന്റെ നമ്പർ ഡിസ്പ്ലേ ആയില്ലെങ്കിൽ ഞാനാണെന്ന് തന്നെ നിങ്ങൾ വിശ്വസിക്കും. കാര്യം അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിരിക്കും ഒരു ഇമിറ്റേഷൻ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൽ നിന്ന് ജനിച്ച ദൈവത്തിന്റെ പൈതലെ, യു ഹാവ് ടു ഇമിറ്റേറ്റ് ദ ക്രിയേറ്റർ. ആമേൻ, ഹല്ലേലൂയ. നീ ദൈവത്തെ ഇമിറ്റേറ്റ് ചെയ്യുന്നവനായിരിക്കണം. ദൈവത്തെ ഇമിറ്റേറ്റ് ചെയ്യുന്നവളായിരിക്കണം. എന്താ ദൈവത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അറിയാമോ? ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ ഉണ്ടാകുന്നതാ ദൈവത്തിന്റെ പ്രത്യേകത. അവൻ ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്നതാ ദൈവത്തിന്റെ പ്രത്യേകത. ദൈവത്തിന്റെ പ്രത്യേകത അനുഗ്രഹിക്കുന്നതാ ദൈവത്തിന്റെ പ്രത്യേകത. ആമേൻ. നിന്റെ ആധരം തുറന്ന് നീ ദൈവത്തിന്റെ ആമേൻ സ്വഭാവം പുറത്തെടുക്കാൻ റെഡിയായിരിക്കോ. ഒരു ലോകവും നിന്നെ തൊടത്തില്ല. ഒരു ലോകവും നിന്നെ തൊടത്തില്ല. ഒരു ലോകത്തിന്റെ ശക്തിക്കും നിന്റെ മുമ്പാകെ നിൽപ്പാൻ കഴിയത്തില്ല. ഇന്ന് പകൽക്കാലം യേശുവിൽ വിശ്വസിക്കുന്നവർ ആകുന്നവർ ദൈവമക്കൾ അത്രേ. യേശു പറയുക, ലോകത്തെ ജയിച്ചിരിക്കുന്നു. യു ആർ പാർട്ട് ഓഫ് ദാറ്റ് വിക്ടറി. ഹല്ലേലൂയ. രണ്ടാമത് ഒന്നുകൂടെ വായിച്ചേ. 1 യോഹന്നാൻ 5:5. യേശു ദൈവത്തിൽ വിശ്വസിക്കുന്നവനല്ലാതെ ആരാകുന്നു ലോകത്തെ ജയിക്കുന്നവൻ? ജലത്താൽ മതി. ആരാ ലോകത്തെ ജയിക്കുന്നത്? യേശു ദൈവപുത്രനെന്ന് വിശ്വസിക്കുന്നവരായിട്ട് ആരെങ്കിലും ഇതിനകത്തുണ്ടോ? ഉണ്ടോ? ഇല്ലയോ? ആരൊക്കെ വിശ്വസിക്കുന്നു യേശു ദൈവത്തിന്റെ പുത്രനാണെന്ന്? സഹോദര, നീ ലോകത്തെ ജയിച്ചവനാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഫിലിപ്പിന്റെ കൈസരിയയിൽ വെച്ച് യേശു ശിഷ്യന്മാരോട് ഒരു ചോദ്യം ചോദിച്ചു. മനുഷ്യപുത്രൻ ആരെന്ന് ജനം പറയുന്നു? ഹല്ലേലൂയ. പലരും പല അഭിപ്രായങ്ങൾ പറഞ്ഞപ്പോൾ പത്രോസ് എഴുന്നേറ്റ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന്. കർത്താവ് പറഞ്ഞു, പൗലോസേ ബറിയോനായ ശീമോനെ, നീ ഈ പറഞ്ഞത് ജഡരക്തങ്ങളല്ല. ആമേൻ. ജഡരക്തങ്ങൾ നീ ആമേൻ ഏതെങ്കിലും പടം കണ്ട് പറഞ്ഞ പരിപാടിയല്ല അത്. ഹല്ലേലൂയ. യേശു എന്ന് പറയുന്നത് അവൻ ഒരു ഇൻഫർമേഷൻ അല്ല, അതൊരു റെവലേഷൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൻ അത്യുന്നതനായ പിതാവ് നിനക്കത്
വെളിപ്പെടുത്തി തന്ന ദൈവത്തിന്റെ വചനം പറയുന്നത്. ഇന്ന് പകൽക്കാലം ആമേൻ യേശു ദൈവപുത്രനാണെന്ന് ആരെങ്കിലും 10 പ്രാവശ്യം ഇമ്പോസിഷൻ എഴുതി കഴിഞ്ഞാൽ നിനക്കത് മനസ്സിലാകത്തില്ല. ഇന്ന് പകൽക്കാലം ആ വെളിപ്പാടിലേക്ക് നീ ഇറങ്ങി കഴിഞ്ഞാലേ നിനക്കത് മനസ്സിലാകത്തുള്ളൂ. യേശു ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു അത്രേ. ഇനി നിങ്ങൾ കേട്ടോ, അപ്പോസ്തല 17-ാം അധ്യായം നിങ്ങൾ വായിക്കുമ്പോൾ അവിടെ പൗലോസും കൂട്ടരും ആമേൻ തെസ്സലോനിയയിലേക്ക് എത്തി. തെസ്സലോനിയയിൽ എത്തിയപ്പോൾ പൗലോസ് അവിടെ യഹൂദന്മാരുടെ ഒരു പള്ളി കണ്ടു. ആ പള്ളി കണ്ടപ്പോൾ പൗലോസ് ഇടിച്ചു കയറി യഹൂദന്മാരുമായിട്ട് വാദിച്ചു. എന്നിട്ട് അവിടെ 3-ാം വാക്യം വായിക്കുമോ? അപ്പോസ്തല പ്രവൃത്തികൾ 17:3. ക്രിസ്തു കഷ്ടം അനുഭവിക്കുകയും മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യേണ്ടത് ആവശ്യമായിരുന്നെന്നും ഞാൻ നിങ്ങളോട് അറിയിക്കുന്ന ഈ യേശു തന്നെ ക്രിസ്തു എന്ന് തെളിയിച്ച് വിവരിച്ചുകൊണ്ടിരുന്നു. ആമേൻ. പത്രോസ് നീ അത്യുന്നതനായ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ് യേശു. ആ യേശുവിനെ കുറിച്ച് വീണ്ടും പൗലോസ് പറയും, ഈ നിങ്ങൾ ക്രൂശിച്ച അതേ യേശു തന്നെയാണ് ക്രിസ്തു, അല്ലെന്നുണ്ടെങ്കിൽ യേശു തന്നെയാണ് ദൈവത്തിന്റെ പുത്രൻ. പൗലോസ് അത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവിടെ അതൊരു വലിയ വിഷയമായി. അതവരൊരു വലിയ വിഷയമായി കഴിഞ്ഞപ്പോൾ അവിടുത്തെ പ്രമാണികളെല്ലാം കൂടെ അവൻ ഒരുമിച്ച് ചേർന്ന് അവൻ ഹല്ലേലൂയ പൗലോസിനെ കൂട്ടരെയും അവൻ പൗലോസ് താമസിച്ച് യോസാന്റെ വീട്ടിൽ കയറി യോസാനെ ഒക്കെ പിടിച്ചു കെട്ടിക്കൊണ്ട് അവർ പോയത്. ഇനി അതിന്റെ 7-ാമത്തെ വാക്യം നിങ്ങളൊന്ന് വായിച്ചു. കൈക്കൊണ്ടുമിരിക്കുന്നു അവരൊക്കെയും യേശു എന്ന മറ്റൊരുവൻ രാജാവ് എന്ന് പറഞ്ഞുകൊണ്ട് കൈസറുടെ നിയമങ്ങൾ അവരെ കാണാനിട്ട് യാസോനെയും ചില സഹോദരന്മാരെയും നഗരാത്മന്മാരുടെ അടുക്കലേക്ക് ഇഴച്ചുകൊണ്ട് ഭൂലോകത്തെ കലഹിപ്പിച്ചവർ ഇവിടെയും എത്തി. മതി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പൗലോസ് ചെയ്ത പരിപാടി എന്താ? ഞാൻ എടുത്ത വാക്യം, അവൻ യേശു ദൈവപുത്രൻ എന്ന് വിശ്വസിക്കുന്നവരത്രേ ആരെ ജയിച്ചത്? ലോകത്തെ ജയിച്ചത്. അപ്പോൾ പൗലോസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടി എന്തുവാ? യേശു ദൈവപുത്രനാണെന്ന് തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. വചനത്തിന്റെ അടിസ്ഥാനത്തിൽ, തിരുവെഴുത്തുകളുടെ അടിസ്ഥാനത്തിൽ വാദിച്ചും തെളിയിച്ചും കൊണ്ട് യേശു തന്നെയാ ദൈവപുത്രൻ എന്ന് അവിടെ തെളിയിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിടെ അവൻ പൗലോസിനെ വിളിക്കുന്ന പേരെന്തുവാ? ഭൂലോകത്തെ കലഹിപ്പിക്കുന്നവർ. ഇംഗ്ലീഷിൽ കുറച്ചും കൂടെ നന്നായി എഴുതിയിട്ടുണ്ട്. These that turn the world upside down. Praise the Lord. ഏത് ലോകമാ അവൻ നിനക്ക് പ്രതികൂലമായിരിക്കുന്നത്, ആ ലോകത്തെ കീഴ്മേൽ മറിക്കുന്ന വെളിപ്പാടാ യേശു ദൈവപുത്രൻ എന്നുള്ളത്. ഓ ഹല്ലേലൂയ. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കരങ്ങളെ കണ്ടി കർത്താവിന് സ്തോത്രം പറഞ്ഞേക്ക്. ഇന്ന് പകൽക്കാലം യേശു വിളിച്ചു പറയുക, ഞാൻ ലോകത്തെ ജയിച്ചവൻ. അവൻ നിങ്ങൾ ധൈര്യപ്പെട്ടിരിപ്പിൻ. ഇന്ന് പകൽക്കാലം അവൻ ഏത് ലോകം നിനക്ക് പ്രതികൂലമായി നിൽക്കുന്നു, ഏത് ലോകത്തിന്റെ സിസ്റ്റം നിനക്ക് പ്രതികൂലമായി നിൽക്കുന്നു, നീ യേശു ദൈവപുത്രനാണെന്നുള്ള വെളിപ്പാടിലേക്ക് കയറി കഴിയുമ്പോൾ ആ ലോകത്തെ നീ കീഴ്മേൽ മറിക്കുന്ന അഭിഷേകം വഹിക്കുന്ന ദൈവത്തെ വൈദ്യത്തിൽ. Oh, hallelujah. Praise the Lord. Hallelujah. അവൻ പൗലോസും അവൻ കൂട്ടരും ഹല്ലേലൂയ ശുശ്രൂഷ ചെയ്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. പൗലോസിന്റെ റൂമാലിട്ട് കഴിഞ്ഞാൽ രോഗികൾ സൗഖ്യമാകുകയാണ്, അത്ഭുതങ്ങൾ നടക്കുകയാണ്. ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവൻ ഒരു യഹൂദന്റെ 7 മക്കൾ അവൻ യേശുവിന്റെ നാമത്തിൽ, പൗലോസ് ഉപയോഗിച്ച അതേ യേശുവിന്റെ നാമത്തിൽ ഭൂതങ്ങളെ ശാസിക്കാൻ തുടങ്ങി. അപ്പൊ ഭൂതങ്ങൾ ചോദിക്കുകയാണ്, യേശുവിനെ ഞങ്ങൾക്കറിയാം. പണ്ട് ഗദരദേശത്തും യേശു കടന്നു ചെന്നപ്പോൾ ഭൂതങ്ങൾ എന്തുവാ പറഞ്ഞത്? അത്യുന്നതനായ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു നിനക്കും എനിക്ക് തമ്മിൽ എന്താ? അപ്പൊ ഭൂതങ്ങൾക്ക് നന്നായി അറിയാം യേശു ദൈവപുത്രനാണെന്ന്. കുറഞ്ഞ വർഷം അത്രയെങ്കിലും നമുക്ക് കൂടെ വേണേ. ഭൂതങ്ങൾക്ക് പോലും അറിയാം യേശു ദൈവത്തിന്റെ പുത്രനാണെന്ന്. പ്രൈസ് ദി ലോർഡ്. വിശ്വാസികൾ അതിലപ്പുറം അതിരിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവിടെ യേശുവിന്റെ നാമം എടുത്ത് അവൻ അധികാരം, അവൻ ദൈവമക്കളാകാതെ ആ നാമം എടുത്ത് ദുരുപയോഗം ചെയ്തവരെ നോക്കി ഭൂതം വിളിച്ചു പറയുക, യേശുവിനെ എനിക്കറിയാം. യേശുവിനെ പ്രസംഗിച്ചുകൊണ്ട് യേശു ദൈവപുത്രനാണെന്ന് പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്ന പൗലോസിനെ എനിക്കറിയാം. പക്ഷെ നീ ആരാ? എന്താ സംഭവിച്ചത്? ഭൂതങ്ങൾ അവനെ കയറി അറ്റാക്ക് ചെയ്ത് അവൻ 7 പേരും നഗ്നന്മാരെ ഇറങ്ങി ഓടിയെന്നാ പറയുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം യേശു ദൈവപുത്രനാണെന്ന് വെളിപ്പാടിനാണ് നീ നിൽക്കുന്നെങ്കിൽ ഭൂതങ്ങൾ നിന്റെ മുമ്പാകെ കീഴടങ്ങും. ഒരു ഭൂതത്തെയും കണ്ട് നീ പേടിച്ചോടണ്ട. ആമേൻ, ഹല്ലേലൂയ. നിന്നെ കണ്ട് ഭൂതങ്ങൾ അവിടെ അടങ്ങും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ.
അവൻ ഒന്നാമത്തത് ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിച്ചിരിക്കുന്നു. രണ്ടാമത്തത് അവൻ നമ്മൾ വായിച്ചത് യേശു ദൈവപുത്രൻ എന്ന് വിശ്വസിക്കുന്നവരല്ലാതെ ആരാകുന്നു ലോകത്തെ ജയിച്ചത്. ഇനി മൂന്നാമത്തെ പോയിന്റ് 1 യോഹന്നാൻ 4:4. ഞാൻ എല്ലാം 1 യോഹന്നാൻ ലേഖനത്തിൽ നമ്മൾ കഴിഞ്ഞ മാസങ്ങളായിട്ട് പഠിച്ചു, ഒരു മാസത്തോളം പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതേ ലേഖനത്തിൽ നിന്ന് തന്നെ ഞാൻ വാക്യം എടുത്തിരിക്കുന്നത്. 1 യോഹന്നാൻ 4:4. നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു, അവരെ ജയിച്ചുമിരിക്കുന്നു. നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. അതിന്റെ ആ മലയാളം ട്രാൻസ്ലേഷന്റെ ഫോർമേഷന്റെ ഒരു കുഴപ്പമുണ്ട്. നിങ്ങൾ ഇംഗ്ലീഷ് വായിച്ചത് കറക്റ്റ് ആ ട്രാൻസ്ലേഷന്റെ ഫോർമേഷൻ നന്നായി കിട്ടും. Ye are of God little children and have overcome them. അടുത്ത വാക്യം എന്തുവാ? Because greater is he that is in you than he that is in the world. നിന്റെ അകത്ത് ഈ ലോകത്തിലുള്ളവനേക്കാൾ വലിയവൻ ഉള്ളത് കൊണ്ട് നീ ലോകത്തെ ജയിച്ചിരിക്കും. മലയാളത്തിൽ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല, വേറെ വാക്യമായിട്ട് ഡിറ്റാച്ച് ചെയ്താൽ കിടക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവിടെ ബിക്കോസ് എന്നുള്ള വാക്കിന് വലിയ പ്രസക്തിയുണ്ട്. ആമേൻ. എന്താ? നിന്റെ അകത്തിരിക്കുന്നവൻ ഈ ലോകത്തിൽ ഉള്ളവനേക്കാൾ വലിയവനാകയാൽ നീ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യർക്ക് ലേഖനം എഴുതുമ്പോൾ പറയുക, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളുടെ അകത്തിരിപ്പുണ്ട്. ഈ ക്രിസ്തു ആരെയാ? ക്രിസ്തുവിനെ കുറിച്ച് കൊലോസ്യ ലേഖനം 1-ാം അധ്യായം ഒന്ന് വായിച്ച് നിങ്ങളത് വായിക്കുന്നത് വളരെ നല്ലതായിരിക്കും. 1:14 മുതൽ 19 വരെ വായിച്ചു. അവനിൽ നമുക്ക് പാപമോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സർവ്വ സൃഷ്ടിക്കും ആദിജാതനുമാകും. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും, സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അവൻ സർവ്വത്തിനും മുമ്പേയുള്ളവൻ, അവൻ സകലത്തിനും ആധാരമായിരിക്കുന്നു. മതി വായിച്ച് തീരത്തില്ല. വായിച്ച ഒന്നുകൂടെ വായിച്ച 15-ാം അധ്യായം. അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സർവ സൃഷ്ടിക്കും ആദ്യജാതനുമാകുന്നു. സ്വർഗത്തിലാകട്ടെ ഭൂമിയിലാകട്ടെ, അവൻ കർത്തൃത്വങ്ങൾക്കാകട്ടെ, അവൻ അധികാരങ്ങൾക്കാകട്ടെ, വാഴ്ചകൾക്കാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അവൻ മുഖാന്തരം അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ആ കർത്താവ് ഇപ്പൊ എവിടെയായിരിക്കുന്നത്? പള്ളിയിലെ ചില്ലുകൂട്ടത്തിലാണ്. പള്ളിക്കകത്തുള്ള അവൻ കുരിശുമൂട്ടിലാണോ എന്റെ കർത്താവ് ഇരിക്കുന്നത്? ഇന്ന് പകൽക്കാലം നിന്റെ അകത്തോ? അവൻ ഓഫീസിൽ അവൻ ചില വിഷയങ്ങളുടെ മുന്നിൽ അവൻ പതറി നിൽക്കുന്നവർ പറയും, അവൻ ഈ മാനേജർ അവൻ ഹല്ലേലൂയ എന്നെ ശല്യപ്പെടുത്തുക, എന്നെ ബുദ്ധിമുട്ടുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നീ മനസ്സിലാക്കണം, ഹല്ലേലൂയ, ഈ മാനേജറും ഈ ഓഫീസും അതിന്റെ സ്പോൺസറും ഈ അവൻ രാജ്യവും ഈ ഭൂലോകവും അവൻ ഉണ്ടാക്കിയത് ആർക്ക് വേണ്ടിയിട്ടാ? മനസ്സിലായില്ല? ആമേൻ. യേശു കർത്താവിന് വേണ്ടിയിട്ട്. ആ യേശു കർത്താവ് നിന്റെ അകത്തുണ്ട്. പിന്നെയാണോ ഓഫീസിലെ ചെറിയ മാനേജർ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നീ തിരിച്ചറിഞ്ഞോ ദൈവത്തിന്റെ പൈതലെ? ആമേൻ. സകലവും ഈ ലോകത്തിലുള്ള സകല വാഴ്ചകളും സകല അധികാരങ്ങളും സകല സിംഹാസനങ്ങളും സകല കർത്തൃത്വങ്ങളും അവനായിട്ടും അവൻ മുഖാന്തരമായിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ആ ക്രിയേറ്റർ നിന്റെ അകത്തുണ്ട്. Amen. He that is in me, amen, hallelujah, is greater than that is in the world. അതുകൊണ്ട് ഞാൻ ലോകത്തെ ജയിക്കും. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ഈ വചനങ്ങൾ ദിവസം നിങ്ങൾ ഉരുവിട്ടോ? ആമേൻ. ഓരോ പ്രശ്നത്തിന്റെ മുമ്പിൽ നിങ്ങൾ ഉരുവിട്ടോ? ഹല്ലേലൂയ. എന്റെ മുമ്പാകെ നിൽക്കുന്ന പ്രശ്നത്തെക്കാൾ വലിയൊരുവൻ എന്റെ അകത്തുണ്ട്. അവൻ ഈ പ്രശ്നം ഉണ്ടായതിന്റെ കാരണക്കാരനെയും അവന്റെ കാരണക്കാരനെയും അവൻ സകല സിസ്റ്റത്തെയും ഉളവാക്കിയത് എന്റെ അകത്തിരിക്കുന്ന യേശുവിന് വേണ്ടിയിട്ടാ. അങ്ങനെയെങ്കിൽ എന്റെ യേശു പറഞ്ഞാൽ ഈ സിസ്റ്റം എനിക്ക് വേണ്ടി മാറുക തന്നെ ചെയ്യും. അധികാരമെടുത്ത് സംസാരിക്കണം. അധികാരത്തിന്റെ വാക്കുകൾ സംസാരിക്കണം. ഇന്ന് പകൽക്കാലം അവൻ നിന്നെ നോക്കി വെല്ലുവിളിക്കുന്ന പ്രതിസന്ധിയെ നോക്കി പറയണം, എന്നെ അകത്തിരിക്കുന്ന അവനേക്കാൾ വലുതല്ല നീ. ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ധൈര്യപ്പെട്ടിരിപ്പേൻ, ധൈര്യത്തോടുകൂടി ഇരിപ്പേൻ. അവൻ സന്തോഷിപ്പേൻ. ഹല്ലേലൂയ. നിന്റെ അകത്ത് ഒരുവനുണ്ട് ദൈവത്തിന്റെ പൈതലേ. അവൻ ഈ ആനയുടെ ഒരു പ്രശ്നം. ഈ ആനയ്ക്ക് എന്തിനാ വലിയ ചെവി കൊടുത്തിരിക്കുന്നത്?
അറിയാമോ? അറിയാം മക്കളെ? അറിയത്തില്ല, ഞാൻ പറഞ്ഞുതരാം. ഈ ആന മുന്നിൽ കൂടെ പോകുമ്പോൾ ഒരു ചെറിയ പോമറേനിയൻ പട്ടിക്കുട്ടി കുരച്ച് കഴിഞ്ഞപ്പോൾ പേടിക്കും. ഈ ആനയ്ക്ക് ആനയുടെ സൈസ് കാണത്തില്ല, കാര്യം ഈ കണ്ണിനെ മറയ്ക്കുന്ന വലിയ ചെവിയാണ്. ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒന്നും കാണത്തില്ല. ഈ ആനയുടെ വിചാരം ഈ ആന ഈ പോമറേനിയൻ പട്ടിയുടെ അത്രേ ഉള്ളെന്ന്. ആന കണ്ണാടിയുടെ ഫ്രണ്ടിൽ പോയി നിന്ന് കഴിഞ്ഞാൽ ആനയ്ക്കറിയാം എത്ര വലിപ്പം ഉണ്ടായിരുന്നു എനിക്ക്. നിങ്ങൾക്ക് മനസ്സിലായോ? പകൽക്കാലം കണ്ണാടിയുടെ മുമ്പിൽ പോയി ഒരുങ്ങുന്ന സമയത്ത് കണ്ണാടിയുടെ മുഖത്ത് പോയി നോക്കണം, നീ ആരാണ്. Praise the Lord. Hallelujah. കണ്ണാടിയുടെ മുമ്പിൽ പോയി hallelujah അവൻ ഒരുങ്ങുന്ന സമയത്ത് കണ്ണാടിയുടെ മുമ്പിൽ പോയി നോക്കണം. അമ്പട ഈ നിൽക്കുന്നവൻ ആരാ? അത്യുന്നതനെ ഉള്ളിൽ വഹിച്ചുകൊണ്ട് നടക്കുന്ന നീയാണ്. hallelujah. ലോകത്തിന്റെ മുമ്പിൽ പതറുന്നത് നീ പറഞ്ഞു കഴിഞ്ഞാൽ ലോകം നിന്റെ മുമ്പാകെ അവൻ അടിയറവ് പറയും. പകൽക്കാലം ഹല്ലേലൂയ നീ തിരിച്ചറിഞ്ഞു നിന്റെ വലിപ്പം, നിന്റെ സൈസ്, നിന്റെ അധികാരം, നിന്റെ പൊസിഷൻ. ഇന്ന് പകൽക്കാലം തിരിച്ചറിയുന്നവർ പറയട്ടെ, ഞാൻ ലോകത്തെ ജയിക്കുക തന്നെ ചെയ്യും. Hallelujah. Praise the Lord. Hallelujah. അടുത്ത വാക്യം വായിച്ചാട്ടെ. ആമേൻ. റോമർ 12:21. തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എല്ലാ മേഖലകളിലും ഒക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യിക്കാൻ പറ്റി ഇവിടെ പറ്റത്തില്ല. തിന്മയെ നിങ്ങൾ ജയിക്കുന്നത് തിന്മ കൊണ്ടല്ല, നന്മ കൊണ്ട് ജയിക്കണം. അതിനൊരു സെൽഫ് സാക്രിഫൈസ് ആവശ്യമാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ വ്യക്തിത്വം അവിടെ അടിയറവ് വെക്കണം, എന്നിട്ട് ദൈവത്തിന് ചാൻസ് കൊടുക്കണം. നിങ്ങൾ താഴോട്ട് വായിച്ച ആ ലേഖനം താഴോട്ട് വായിച്ചു. അടുത്ത വാക്യങ്ങൾ സെയിം 20 മുതൽ വായിച്ചു. നിന്റെ ശത്രുവിനെ വിശക്കുന്നുവെങ്കിൽ 19 മുതൽ. പ്രിയമുള്ളവരെ, നിങ്ങൾ തന്നെ പ്രതികാരം ചെയ്യാതെ ദൈവകോപത്തിന് ഇടം കൊടുക്കുക. പ്രതികാരം എനിക്കുള്ളത്, ഞാൻ പകരം ചെയ്യുമെന്ന് കർത്താവ് അരുളിച്ചെയ്യുന്നു. അടുത്തത്, എന്നാൽ നിന്റെ ശത്രുവിന് വിശക്കുന്നുവെങ്കിൽ അവന് തിന്മാൻ കൊടുക്കുക, ദാഹിക്കുന്നുവെങ്കിൽ കുടിപ്പാൻ കൊടുക്കുക. അങ്ങനെ ചെയ്താൽ നീ അവന്റെ തലമേൽ തീക്കനൽ കുന്നിക്കും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കും. ആമേൻ. നിന്നെ തകർക്കുന്ന, നിനക്കെതിരായി പോര് വിളിക്കുന്ന ശത്രുവിനെ നീ സ്നേഹിക്കാൻ പറ്റും. അതുമായിട്ട് യുദ്ധം ചെയ്യാൻ പോലെ യുദ്ധം കർത്താവിന്റെ ഡിപ്പാർട്ട്മെന്റ്. ഈ ഡിപ്പാർട്ട്മെന്റ് മാറുന്ന നമ്മുടെയൊക്കെ പ്രശ്നം. ഹല്ലേലൂയ. യേശുവിന്റെ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, നമുക്കുള്ള ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശ്രമിക്കുന്ന ശത്രുവിന്റെ മേൽ അവൻ നീ അനുഗ്രഹ വർഷങ്ങളെ നീ ചൊരിയുമ്പോൾ എന്താ ദൈവത്തിന്റെ വചനം വിളിച്ചു പറയുന്നറിയാമോ? നീ അവന്റെ തലയുടെ മേൽ അവൻ തീക്കനൽ കോരിയിടുകയാ. എന്താണെന്നറിയാമോ അതിന്റെ അർത്ഥം? ഓരോ തവണയും അവൻ നിന്നെ പരിഹസിക്കുമ്പോൾ, അവൻ നിന്നെ തകർക്കുവാൻ ശ്രമിക്കുമ്പോൾ, നീ അനുഗ്രഹത്തിന്റെ വാക്കുകൾ ചെയ്യുമ്പോൾ, നീ നന്മ ചെയ്യുമ്പോൾ അവന്റെ ഹൃദയം നുറുങ്ങിക്കൊണ്ടിരിക്കുകയാ. അവന് നിന്നോട് ഓട്ടോമാറ്റിക് ഒരു മനസ്സലിവുണ്ടാകുക. ആമേൻ. ആമേൻ. ദാവീദ് ശൗലിനെ കൊല്ലുവാൻ, ഹല്ലേലൂയ, 1 ശമൂവേൽ 24-ാം അധ്യായത്തിൽ നമുക്ക് വായിച്ചാൽ കിട്ടും. അവിടെ അവൻ ദാവീദിനെ വേട്ടയാടി ശൗല് കൊല്ലുവാൻ നടക്കുകയാണ്. പക്ഷെ ശൗലിനെ കൊല്ലുവാനായിട്ട് ദാവീദിന് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി. അവൻ ദാവീദിന്റെ കൂടെ ഉള്ളവർ പറഞ്ഞു, നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി, ഇപ്പോൾ ശൗലിനെ ഞാൻ നിനക്ക് വേണ്ടി പിടിച്ചു തരാം, നീ അവന്റെ കഴുത്തുറത്ത് കൊന്നോ എന്ന്. അങ്ങനെ പറഞ്ഞ് അവരുടെ വാക്ക് കേട്ട് അവൻ ശൗലിനെ പിടിക്കുവാനുള്ള ചിന്തയിൽ പോയി. അവൻ ശൗലിന്റെ വസ്ത്രത്തിന്റെ അഗ്രം അവൻ കട്ട് ചെയ്ത് കയ്യിലെടുത്തപ്പോൾ ഉള്ളിന്റെ അകത്ത് ഒരു ചിന്ത എന്താണെന്നറിയാമോ? അവൻ ദൈവത്തിന്റെ അഭിഷക്തനെ ഞാൻ തൊടാൻ പാടില്ല, ദൈവത്തിന്റെ അഭിഷക്തനെ ഞാൻ ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് തിരിച്ചു വന്ന് ഉപദേശം പറഞ്ഞവരെ ശാസിച്ചു. ശൗലൊന്നും ഇതൊന്നും അറിയാതെ ഇറങ്ങിപ്പോകുകയാണ്. നിങ്ങളത് വായിച്ചാൽ മതി. 1 ശമൂവേൽ 24-ാം അധ്യായം വീട്ടിൽ ചെന്ന് വായിച്ചാൽ മതി. അവൻ പോകുന്ന വഴി ദാവീദ് തിരിച്ചു എന്ന് ശൗലിന്റെ മുമ്പാകെ സാഷ്ടാംഗം വീണു അവൻ കരയുന്ന ഒരു കാഴ്ച അവിടെ നിൽക്കുകയാണെങ്കിൽ ശൗൽ രാജാവേ, ഞാൻ നിന്നെ ഒരു നാളും ഉപദ്രവിക്കത്തില്ല, ഞാൻ നിനക്ക് ദോഷമായി ചെയ്യുന്നവനല്ല, ഞാൻ നിന്നെ നന്മ മാത്രമേ ആഗ്രഹിച്ചിട്ടുള്ളൂ. നീ എന്നെ കൊല്ലാൻ ശ്രമിച്ചപ്പോൾ, നീ എന്നെ നശിപ്പിക്കുവാൻ ശ്രമിച്ചപ്പോൾ ഇന്ന് പകൽക്കാലം എനിക്ക് അവിടെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയതാ നിന്നെ കൊന്നുകളയുവാൻ. അതിന് തെളിവായിട്ട് ഈ മേലങ്കിയുടെ ആ തുണിയുടെ അറ്റം കൂടെ കാണിച്ചു കൊടുത്തു. അവിടെ ശൗൽ പറയുന്ന മറുപടി അതിന്റെ 17-ാം വാക്യം നിങ്ങൾ വായിച്ചാൽ 1 ശമൂവേൽ 24-17
ശൗൽ ഫെലിസ്ത്യരെ ഓടിച്ച് പിന്നെ അവൻ ദാവീദിനോട് പറഞ്ഞത്, നീ എന്നേക്കാൾ നീതിമാൻ, ഞാൻ നിനക്ക് തിന്മ ചെയ്തതിന് നീ എനിക്ക് നന്മ പകരം ചെയ്തിരിക്കുന്നു. ഇന്നും പകൽക്കാലം ഹല്ലേലൂയ, എത്ര നിന്നെ വേട്ടയാടിയാലും ശരി, എത്ര നിന്നെ തകർക്കുവാനായിട്ട് ശത്രു നിന്റെ പുറകെ വന്നാലും ശരി, ആ തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ നീ നന്മ ചെയ്ത് കണ്ടിന്യൂ ചെയ്യുമെങ്കിൽ ഒരു സമയം ആ ശത്രു നിന്റെ മുമ്പാകെ പറയും, നീ എന്നേക്കാൾ നീതിമാൻ, നീ എന്നേക്കാൾ നീതിമാൻ. ഓ, നീ എനിക്ക് ദോഷം വരുത്താതെ ഞാൻ നിന്നെ തകർക്കുവാൻ ശ്രമിച്ചപ്പോഴൊക്കെ നീ എനിക്ക് നന്മ ചെയ്തവൻ. ആമേൻ. പ്രതിഫലം ദൈവത്തിന് നിനക്ക്, പ്രതിഫലം നിനക്ക് ദൈവം ഒരുക്കിയിട്ടുണ്ട്. അതൊരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിനകത്ത് തോന്നാത്ത നിലവാരത്തുള്ള പ്രതിഫലം തന്ന് എന്റെ ദൈവം നിന്നെ മാനിക്കും. നിങ്ങൾ യോസേഫിനെ പഠിച്ച്, യോസേഫിനെ അവൻ സ്വന്തം സഹോദരങ്ങൾ പൊട്ടക്കിണറ്റിലിട്ട് അവൻ വാഗ്ദത്തം ഉണ്ടായിരുന്നവനെ നശിപ്പിച്ചു കളയുവാനായിട്ട് എല്ലാ പീഡനങ്ങളും ഏൽപ്പിച്ച അവസാനം യോസേഫിന്റെ മുമ്പാകെ ചേട്ടന്മാരെ അവൻ വരിയായി നിൽക്കുകയാണ്. ഏറ്റവും ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ് യോസേഫിന് രണ്ട് വർത്താനം പറയാം. നമ്മളെന്നെ പറഞ്ഞതിന് കണക്കായി പോയി, നന്നായി പോയി. പ്രൈസ്, ഞാൻ ഇതിനൊന്ന് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ഹല്ലേലൂയ, സ്തോത്രം എന്റെ കർത്താവിന്. ഞാൻ ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. എന്റെ ദൈവം വിശ്വസിച്ചാൽ മഹത്വം പ്രവർത്തിക്കുന്നവനാന്നൊക്കെ നമ്മളാമേ പറഞ്ഞേനെ. അവൻ ഹല്ലേലൂയ. യോസേഫിന്റെ മറുപടി അതൊന്നും അല്ല. നിങ്ങളൊന്ന് വായിച്ചേ, അവൻ ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായം അതിന്റെ 20-ാമത്തെ വാക്യം. നിങ്ങൾ എന്റെ നേരെ ദോഷം വിചാരിച്ചു, ദൈവമോ ഇന്നുള്ളത് പോലെ ബഹുജനത്തിന് ജീവരക്ഷ വരുത്തേണ്ടതിന് അതിനെ ഗുണമാക്കി തീർന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്റെ ദൈവം, ഹല്ലേലൂയ. നീ മിണ്ടാതെ അവൻ ശത്രുവിന്റെ മേൽ തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ ശത്രുവിനെ അനുഗ്രഹിക്കുകയും നന്മയും ചെയ്യുകയാണെങ്കിൽ നിന്നെ മാത്രമല്ല എന്റെ ദൈവം അനുഗ്രഹിക്കുന്നത്, നീ ആയിരിക്കുന്ന ദേശത്തെ പോലും എന്റെ ദൈവം അനുഗ്രഹിക്കുന്ന ഒരു വിശ്വസ്ത ദൈവത്തെയാണ് നീ സേവിക്കുന്നത്. അവൻ ഇന്ന് പകൽക്കാലം തിരിച്ചറിഞ്ഞു. ഹല്ലേലൂയ. നീ ജയിക്കും ഈ ലോകത്തെ. തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ നന്മയെ തിന്മ കൊണ്ട് നീ ജയിക്കണം. എന്റെ മുമ്പാകെ സമയം ചുരുക്കമായതുകൊണ്ട് ഞാൻ മുമ്പോട്ട് പെട്ടെന്ന് പോകട്ടെ. അടുത്ത പോയിന്റിലേക്ക്. വെളിപ്പാട് പുസ്തകം 12:11. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവനെ ആരെയാ? പിശാചിനെ, സാത്താനെ എങ്ങനെ ജയിച്ചു? കുഞ്ഞാടിന്റെ രക്തം ഹേതുവായിട്ടും തങ്ങളുടെ സാക്ഷ്യ വചനം ഹേതുവായിട്ടും ജയിച്ചു. യഹൂദ റബ്ബികളുടെ വിശ്വാസ പ്രകാരം അല്ലെങ്കിൽ അവരുടെ പാരമ്പര്യ പ്രകാരം അവർ ഇപ്രകാരമാണ് വിശ്വസിക്കുന്നത്. പിശാച് അല്ലെങ്കിൽ സാത്താൻ ഒരു യഹൂദനെ 365 ദിവസമുള്ള ഒരു വർഷത്തിന്റെ 364 ദിവസവും പഴിച്ചുകൊണ്ടിരിക്കും. അവന്റെ മേൽ കുറ്റം ചുമത്തിക്കൊണ്ടിരിക്കും. അവന്റെ മേൽ അപവാദം പറഞ്ഞുകൊണ്ടിരിക്കും. 364 ദിവസം വരെ. 365-ാമത്തെ ദിവസം പിശാച് മിണ്ടാതിരിക്കും. ആ ദിവസം എന്താണെന്ന് അറിയാമോ? മഹാപാപ പരിഹാര യാഗം നടക്കുന്ന ദിവസം. അന്ന് പിശാച് മിണ്ടത്തില്ല. ഇതാ യഹൂദന്മാരുടെ വിശ്വാസം. കാര്യം ഇവൻ ചെയ്തു കൂട്ടിയ 364 ദിവസവും ഇവൻ ചെയ്തു കൂട്ടിയ സകല പാപങ്ങൾക്കും പരിഹാരം നടക്കുന്ന ഒരു യാഗം, മഹാപാപയാഗം യാഗത്തിൽ നടക്കുന്നുണ്ട്. ഇവന്റെ പാപങ്ങളെല്ലാം ഒരു മൃഗത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് ഇവനെ ഫ്രീ ആയിട്ട് റിലീസ് ചെയ്യുന്ന സമയം. ആ ദിവസം പിശാച് മിണ്ടത്തില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ ദിവസം കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് 1, 2, 3, 4 എന്നെണ്ണി അടുത്ത 364 ദിവസം വരെ പിശാചിന്റെ അപവാദവും അവൻ കേട്ട് വേണം ഒരു യഹൂദൻ തന്റെ ജീവിതം നയിക്കുവാൻ. അങ്ങനെ ആയിരിക്കുമ്പോൾ ഇവിടെ അപ്പോസ്തലനായ യോഹന്നാൻ വിളിച്ചു പറയുകയാ, കാൽവറിയുടെ കുരമടത്തിൽ ഒരു മഹാപാപ പരിഹാര യാഗം നടന്നു കഴിഞ്ഞു. ആ രക്തത്താൽ നമ്മുടെ സകല പാപവും പോക്കി നമ്മളെ വിശുദ്ധീകരിച്ചിരിക്കുന്നു. ഇനി ഒരു പിശാചും നിന്നെ നോക്കി പറയത്തില്ല. ഒരു പിശാചും നിന്നെ നോക്കി അപവാദം പറയത്തില്ല. 1 യോഹന്നാൻ 2:1 വായിച്ചു.
ഒരുവൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിന്റെ അടുക്കലുണ്ട്. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം. ഒരു വിശ്വാസി ആമേൻ ഹല്ലേലൂയ അബദ്ധവശാൽ അവൻ ബലഹീനതയിൽ ഒരു പാപം ചെയ്തു കഴിഞ്ഞാൽ അവൻ ഹല്ലേലൂയ നമുക്ക് പിതാവിന്റെ വലത്തുഭാഗത്ത് ഒരുവൻ ഹല്ലേലൂയ അവൻ തന്റെ തങ്കച്ചോര രക്തം ഒഴുക്കി കൊടുത്ത ഒരുവൻ അവൻ ഒരുപ്പുണ്ട്. അവന് കൊടുത്തിരിക്കുന്ന ടൈറ്റിലാണ് കാര്യസ്ഥൻ. കാര്യസ്ഥൻ എന്നുള്ള വാക്കിന്റെ അവൻ ഇംഗ്ലീഷ് പദം അവിടെ കൊടുത്തിരിക്കുന്ന അഡ്വക്കേറ്റ്, അവൻ ഗ്രീക്ക് പദം പാരാക്ലീറ്റോസ് എന്ന് പറഞ്ഞാൽ വക്കീൽ. നമ്മുടെ തനതായ മലയാള ഭാഷയിൽ പറഞ്ഞാൽ വക്കീൽ അല്ലെന്നുണ്ടെങ്കിൽ അഡ്വക്കേറ്റ്. അവൻ അതായത് ഒരു വ്യക്തിക്ക് വേണ്ടി, ഒരു കൾപ്രിറ്റിന് വേണ്ടി അവൻ ഒരു ജഡ്ജിയുടെ മുമ്പാകെ വാദിക്കുന്ന ഒരു വ്യക്തി. അവൻ ഈ ഹ്യൂമൻ അവൻ സിസ്റ്റത്തിലെ അവൻ അഡ്വക്കേറ്റ്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ ഫോർ എക്സാമ്പിൾ ഞാനൊരു കുലക്കുറ്റം അവൻ ചെയ്തവനാണെങ്കിൽ ഞാനൊരു അവൻ വളരെ ഫീസ് കൊടുത്ത് അവൻ ഒരു അഡ്വക്കേറ്റിനെ ഹയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ അഡ്വക്കേറ്റിന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ആ കുറ്റകൃത്യം ചെയ്ത എന്നെ അവൻ എങ്ങനെയെങ്കിലും ശിക്ഷയിൽ നിന്ന് ഇളവാക്കുക എന്നുള്ള പരിപാടിയാണ്. അപ്പം അതിന് അവൻ ഈ കുറ്റകൃത്യം ചെയ്ത എന്നെ അവൻ ആ കൂടാരത്ത് നിർത്തിക്കൊണ്ട് അവൻ ഈ അഡ്വക്കേറ്റ് അവൻ ജഡ്ജിയോട് വാദിക്കുന്ന ചില പോയിന്റ്സ് ആണ്. ഒന്നാമത്തെ പോയിന്റ്, ഈ കുറ്റകൃത്യം ചെയ്തപ്പോൾ ഈ വ്യക്തി ഇവിടെ ആ സംഭവ സ്ഥലത്ത് ഇല്ലായിരുന്നു എന്ന് തെളിയിക്കുകയാണ്. അതായത് ഞാൻ ഒരു കൊല നടത്തി അവൻ ആ ആരോപണം എൻ്റെ മേൽ ഇരിക്കുമ്പോൾ അവൻ ഈ എൻ്റെ അഡ്വക്കേറ്റ് ശ്രമിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ആ കൊല നടന്ന ആ ദിവസം ഞാൻ അവിടെ ഇല്ല എന്ന്, ഞാൻ മറ്റെവിടെയോ ടൂറിന് പോയിരിക്കുകയാണെന്ന് അവൻ ഡോക്യുമെന്റ്സ് കൊണ്ട് സ്ഥാപിക്കും. അത് പരാജയപ്പെട്ട് കഴിഞ്ഞാൽ അവൻ താൻ പിന്നീട് വാദിക്കുന്ന ഒരു കാര്യം, അവൻ ഞാൻ ആ കൊല നടത്തിയത് സെൽഫ് ഡിഫൻസിന് വേണ്ടിയിട്ടാണെന്ന് വാദിക്കും. എന്റെ സ്വയരക്ഷയ്ക്ക് വേണ്ടിയാണ് ഞാൻ ആ കൊല നടത്തിയത്. അതും തോറ്റു കഴിഞ്ഞാൽ, അവസാനം കുറ്റം ചെയ്തു എന്ന് തെളിയിക്കപ്പെട്ടു കഴിഞ്ഞാൽ ഈ അഡ്വക്കേറ്റിന്റെ അവസാനത്തെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും കുറഞ്ഞ ശിക്ഷ വാങ്ങി തരിക എന്നുള്ളതാണ്. ഇതാണ് ഹ്യൂമൻ അഡ്വക്കേറ്റ്സിന്റെ പ്രത്യേകത. പക്ഷെ യേശു എന്ന അഡ്വക്കേറ്റ് പിതാവിന്റെ വലത്തുഭാഗത്ത് നിന്ന് എന്താ പറയുന്നതെന്ന് അറിയാമോ? യേശു പറയും, ശരിയാ, അവൻ അവിടെ ഉണ്ടായിരുന്നു, അവൻ തന്നെ അത് ചെയ്തത്, അവന് പരമാവധി ശിക്ഷ ലഭിക്കേണ്ടതാണ്. പക്ഷേ ഇവന് പകരക്കാരനായി ഞാൻ ശിക്ഷ ഏറ്റിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായോ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കാൽവരി ക്രൂശിൽ അവസാന തുള്ളി ചോര പോലും അവൻ ഊറ്റി തന്നത് എന്തിനാണെന്ന് അറിയാമോ? എന്റെയും നിന്റെയും പാപങ്ങൾക്ക് പരിഹാരമായിട്ട് ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ലോകം നിന്റെ അവൻ പാപത്തെ അവൻ നിന്റെ മുമ്പാകെ നിന്റെ പാപത്തെ ചൂണ്ടിക്കാണിച്ച നിന്നെ അതിന്റെ മേൽ ജയമെടുക്കുവാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നീ പറ, യേശുവിന്റെ രക്തം എനിക്കായി ഒഴുകിയത് എന്റെ സകല പാപങ്ങളും കഴുകി എന്നെ ശുദ്ധീകരിപ്പാൻ അത്രേ. അതുകൊണ്ട് ഈ അപവാദം പറയുന്ന ലോകത്തിന് എന്റെ മേൽ ജയമെടുപ്പാൻ കഴിയത്തില്ല. അവരോ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായും അവന്റെ സാക്ഷ്യവചനങ്ങളുമായി ലോകത്തെ ജയിച്ചു. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത് സാക്ഷ്യം ഉണ്ടാവണം. യേശു അവസാനം വാദിക്കുന്ന, പിതാവിനോട് വാദിക്കുന്ന മൂന്നാമത്തെ പോയിന്റാണ്, പിതാവേ ഈ വിഷയത്തിൽ അവരോട് എക്സ്ക്യൂസ് ചെയ്തേരെ. കാര്യം ഹല്ലേലൂയ, നീ നീതിമാനായതുകൊണ്ട് അവൻ വിശ്വാസികൾക്ക് ഒരു നീതിയും അവിശ്വാസികൾക്ക് മറ്റൊരു നീതിയുമില്ല. തെറ്റ് ചെയ്താൽ സ്വർഗസ്ഥനായ പിതാവ് എല്ലാവർക്കും ഒരേ ശിക്ഷ തന്നെ പറയും. ഹല്ലേലൂയ. പക്ഷേ ഞാൻ ഇവരുമായിട്ട് നീ ഏറ്റത് കൊണ്ട് നീ അവനെ എക്സ്ക്യൂസ് ചെയ്താൽ, അവനെ വെറുതെ വിട്ടാൽ, ഞാൻ ഒരു കാര്യം കൂടെ ഞാൻ ഉറപ്പ് തരും, ഇനി അവരത് ചെയ്യത്തില്ല. ഗ്ലോറി, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് അത് മനസ്സിലായെന്ന് എനിക്കറിയത്തില്ല. ഹല്ലേലൂയ. പിതാവിന്റെ വലത്തുഭാഗത്ത് നിനക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന യേശുവിന് ഒരു പ്രതീക്ഷയുണ്ട്. അവൻ അന്ന് അബദ്ധത്തിൽ സംഭവിച്ചു പോയി, അന്ന് നിന്റെ ബലഹീനതയിൽ അത് സംഭവിച്ചു പോയി. പിതാവേ, ഇനി അവനത് മേലെ ചെയ്യത്തില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാര്യം എന്റെ ആത്മാവ്, എന്റെ വചനം അവന്റെ അകത്തുണ്ട്. പാപത്തെ കുറിച്ചും നീതിയെ കുറിച്ചും ബോധ്യം തരുന്ന പരിശുദ്ധാത്മാവ് അവനെ സകല സത്യത്തിലും വഴി നടത്താൻ അവന്റെ കൂടെയുള്ളത് കൊണ്ട് അവനിൽ മേലാൽ ചെയ്യത്തില്ല എന്നൊരു ഉറപ്പ് യേശുവിന് നിന്നെ കുറിച്ചുണ്ടാകണം. ഓ ഹല്ലേലൂയ. എന്ന് പകൽക്കാലം നീ വിളിച്ചു പറ, അവന്റെ വചനം പ്രമാണിക്കുന്നവർ. സങ്കീർത്തന പുസ്തകത്തിൽ ഹല്ലേലൂയ ഇപ്രകാരം വിളിച്ചു പറയുന്നു. സങ്കീർത്തനങ്ങൾ ഹല്ലേലൂയ 119:6 ഇപ്രകാരം വിളിച്ചു പറയുന്നു, അവന്റെ വചനം പ്രമാണിക്കുന്നവർ ആരും ലജ്ജിച്ചു പോകത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ലോകത്ത് നിങ്ങൾക്ക് കഷ്ടമുണ്ട്, നോ പ്രോബ്ലം.
അത് ഉണ്ടായിക്കൊള്ളട്ടെ. അത് ആ പാക്കേജിൻ്റെ കൂടെയുള്ളതാണ്. അതെൻ്റെ ഐഡന്റിറ്റി കാർഡാണ്. Praise the Lord. Hallelujah. നീ അനുഭവിക്കുന്ന തകർച്ച നിന്റെ ഐഡന്റിറ്റി കാർഡ്. Hallelujah. അതിന്റെ മുമ്പാകെ ഇട്ടെറിഞ്ഞിട്ട് പോകാനല്ല, ആ കഷ്ടതയുടെ മേൽ അവൻ ജയമെടുപ്പാനുള്ള ഒരു വെളിപ്പാടും അഭിഷേകവും നിന്റെ അകത്തുണ്ട്. ഇന്ന് പകൽക്കാലം അവൻ ദൈവത്തിന്റെ വചനത്തിൽ നാം പഠിച്ചതുപോലെ ദൈവത്തിൽ നിന്ന് ജനിച്ചവനൊക്കെയും ലോക യേശു ദൈവപുത്രനെന്ന് വിശ്വസിക്കുന്നവരത്രേ ലോകത്തെ ജയിച്ചിരിക്കുന്നത്. അവൻ എന്നിലുള്ളവൻ ഈ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാകിയാൽ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഞാൻ തിന്മയേക്കാൾ നന്മയെ കൊണ്ട് തിന്മയുടെ മേൽ ജയമെടുക്കും. ഞാൻ യേശുവിന്റെ രക്തത്താലും എന്റെ സാക്ഷ്യവചനത്താലും ഈ ലോകത്തെ ജയിക്കും. Praise the Lord. Praise the Lord. Hallelujah. ഇന്ന് പകൽക്കാലം ആമേൻ. അവസാനമായിട്ട് ഒരു ഒറ്റ കാര്യം, ജയിക്കുന്നവര് വെളിപ്പാട് പുസ്തകം 2:7 ജയിക്കുന്നവന് ജീവവൃക്ഷത്തിന് ഫലം തിന്മാൻ കൊടുക്കും. 2:11 ജയിക്കുന്നവന് രണ്ടാം മരണത്താൽ ദോഷം വരികയില്ല. 2:17 ജയിക്കുന്നവന് ഞാൻ മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും. 2:26 ജയിക്കുന്നവന് ജാതികളുടെ മേൽ അധികാരം കൊടുക്കും. ജയിക്കുന്നവൻ വെള്ളയുടമ്പ് ധരിക്കും. ജയിക്കുന്നവനെ ഞാൻ എൻ്റെ ദൈവത്തിന്റെ ആലയത്തിൽ തൂണാക്കും. ജയിക്കുന്നവനെ ഞാൻ എന്നോടുകൂടെ എൻ്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ ഞാൻ അധികാരം കൊടുക്കും. Praise the Lord. Hallelujah. ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് സന്തോഷമുണ്ട്? എത്ര പേർക്ക് ഇന്ന് പകൽക്കാലം സന്തോഷമുണ്ട്? Hallelujah. നീ ഒഴുക്കുന്ന കണ്ണുനീരൊന്നും Hallelujah വെറുതെ അല്ല എൻ്റെ ദൈവത്തിന്റെ പൈതലേ. നീ അനുഭവിക്കുന്ന കഷ്ടങ്ങളൊന്നും Hallelujah നിന്നെ നശിപ്പിക്കുവാനോ നിന്നെ മുടിക്കുവാനോ അല്ല. അവൻ നിനക്കൊരു പ്രൊമോഷന് വേണ്ടി എൻ്റെ ദൈവത്തിന്റെ പരിപാടിയാ. Hallelujah. ഇന്ന് പകൽക്കാലം അവൻ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ എഴുന്നേൽച്ചാട്ടെ. Hallelujah. Oh Jesus. ദൈവത്തിന് നിന്നെ കുറിച്ച് പദ്ധതിയുണ്ട്. നിന്നെ തകർക്കുവാനോ നിന്നെ മൂടിക്കുവാനോ അല്ലല്ല ഈ വേദന. നിന്നെ പണിതെടുത്ത് നല്ല പൊന്നാക്കുവാൻ അല്ലയോ ഈ ശോധന. നിന്നെ തകർക്കുവാനോ നിന്നെ മൂടിക്കുവാനോ അല്ലല്ല ഈ വേദന. നിന്നെ പണിതെടുത്ത് നല്ല പൊന്നാക്കുവാൻ അല്ലയോ ഈ ശോധന. അതുകൊണ്ട് കഷ്ടങ്ങളിലും പതറിടല്ലേ, കണ്ണുനീരിലും തളർന്നിടല്ലേ. ഞാനെന്നെന്നും നിന്റെ ദൈവം, നീ എന്നെന്നും എന്റേതാണ്. ഞാനെന്നെന്നും നിന്റെ ദൈവം. വിശ്വസിക്കുന്നവർ എന്നെന്നും എന്റേതാണ്. നിന്റെ വിശ്വാസമോ ഭംഗം വരികയില്ല. അത് പ്രാപിച്ചിടും നിശ്ചയം. അത് പ്രാപിക്കുമ്പോൾ നഷ്ടം ലാഭമാകും, ദുഃഖം സന്തോഷമായി മാറും. ഓഹോ, നിന്റെ വിശ്വാസമോ ഭംഗം വരികയില്ല. അത് പ്രാപിച്ചിടും നിശ്ചയം. അത് പ്രാപിക്കുമ്പോൾ നഷ്ടം ലാഭമാറും, ദുഃഖം സന്തോഷമായി മാറും. കഷ്ടങ്ങളിലും പതറിടലും കണ്ണുനീരിലും പതർന്നിടലും ഞാനെന്നെന്നും നിന്റെ ദൈവം, നീ എന്നെന്നും എന്റേതാണ്. ഞാനെന്നെന്നും നിന്റെ ദൈവം, നീ എന്നെന്നും എന്റേതാണ്. ഉയർത്തില്ലെന്ന് ശത്രുഗണം വാദിക്കുമ്പോൾ, തകർക്കുമെന്ന് വീര്യം മുഴക്കിടുമ്പോൾ. ഉയർത്തില്ലെന്ന് ശത്രുഗണം വാദിക്കുമ്പോൾ, തകർക്കുമെന്ന് വീര്യം മുഴക്കിടുമ്പോൾ. പ്രവൃത്തിയിൽ വലിയവനേശുനാഥൻ, കൃപ നൽകും ജയഘോഷമുയർത്തിടുവാൻ. പ്രവൃത്തിയിൽ വലിയ
മുന്നോട്ട് പോകുമെങ്കിൽ ലോകത്തെ കീഴ്മേൽ മറിക്കുന്ന അവൻ അഭിഷേകം ഇന്ന് പകൽക്കാലമാണ് സ്വീകരിച്ചത്. ഈ ജനത്തെ ഞെരുക്കുന്ന, ഈ ജനത്തെ കഷ്ടതയിലാക്കുന്ന അവൻ ദുഷ്ടന്റെ പ്രവർത്തികൾ ഇന്ന് പകൽക്കാലം യേശുവിന് അധികാരമുള്ള നാമത്തിൽ അഴിഞ്ഞു മാറുവാൻ യേശുവിൻ നാമത്തിൽ കൽപ്പിക്കുന്നു. അവൻ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്ങൽ മടങ്ങുന്ന യേശുവിന് അധികാരമുള്ള നാമത്തിൽ അകത്തും പുറത്തുമായി പീഡനം അനുഭവിക്കുന്നവർ ഇന്ന് പകൽക്കാലം യേശുവിൻ നാമത്തിൽ സ്വതന്ത്രരാകി. പകൽക്കാലം അങ്ങ് ഞങ്ങളെ ജയോത്സവമായി വഴി നടത്തുന്നതിനായി സ്തോത്രം. പൂർണ്ണമായി അങ്ങയുടെ കരങ്ങളിലേക്ക് താഴ്ത്തുന്നു. ആരെങ്കിലും ഏതെങ്കിലും വിഷയത്താൽ അവൻ തകർന്ന അനുഭവത്തിൽ ഇതിനകത്തുണ്ടെങ്കിൽ ഇന്നും പകൽക്കാലം അവർ ഭവനത്തിലേക്ക് പോകുന്നത് ആൾ മാറിയവരെ പോലെ. ഇവർ പറയുന്നിടത്ത് ചിലത് സംഭവിക്കാം. ഇവരുടെ അകത്ത് ഹല്ലേലൂയ ഇവരുടെ അവൻ ഭൗമിക പിതാവിന്റെ സ്വഭാവമല്ല, സ്വർഗസ്ഥനായ പിതാവിന്റെ DNA ഇവരുടെ അകത്തുണ്ട്. പകൽക്കാലം ഹല്ലേലൂയ ഉളവാക്കുന്ന ക്രിയേഷന്റെ ആത്മാവ് ഇവരുടെ അകത്തുണ്ട്. ഹല്ലേലൂയ ഇവർ പറയുമ്പോൾ ഇല്ലാത്തത് ഉള്ളതുപോലെ ഉളവാകുകയാണ്. അഭിഷേകത്തിൽ ഞങ്ങളെ നിലനിർത്തണം, ജയകരമായി വഴി നടത്തണം. യേശുവിന് അധികാരമുള്ള നല്ല നാമത്തിൽ തന്നെ പിതാവായി